എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 103, 104 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 103ാമത്തെ ശ്ലോകത്തിലെ ഇന്ദ്രവജ്രവൃത്തവും 104ാമത്തേതിലെ ഉപജാതി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഭഗവതിയെ തൊഴാൻ വേണ്ടിയിട്ട് പോണ രുക്മിണി ദേവിയെയാണ് സുകുമാരകവി വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് പറയണത് നോക്കാം. നമുക്ക് ആദ്യം 103ാമത്തെ ശ്ലോകം നോക്കാം. തസ്യാം ഗതായാം തരളേക്ഷണായാം കാത്യായനീ വന്ദന കൗതുകേന സേഹേ കഥഞ്ചിദ്വിധിനോപനീതം കാലാതിപാതം കമലാസഹായ. ഭഗവതിയെ തൊഴാൻ പോണ രുക്മിണി ദേവിയെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ മാനസികാവസ്ഥയാണ് പറയണത്. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. തസ്യാം ഗതായാം തരളേക്ഷണായാം കാത്യായനീ വന്ദന കൗതുകേന സേഹേ കഥഞ്ചിത് വിധിന ഉപനീതം കാലാതിപാതം കമലാസഹായ. വളരെ വേഗം അർത്ഥം മനസ്സിലാവുന്ന ഒരു ശ്ലോകമാണ്. പച്ച മലയാളത്തിൽ എഴുതിയതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് അലങ്കാരങ്ങളോ വർണ്ണനകളോ ഒന്നുമില്ല. എന്താണ് പറയണത് എന്നാണെങ്കിൽ കമലാസഹായ, കമല സഹായമായിട്ടുള്ളവൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ. അപ്പോൾ അവിടെ നമുക്ക് തമാശ തോന്നാം, ഇപ്പോൾ കമലയുണ്ടല്ലോ പിന്നെ ഇതിനെ വേറൊരാളെ അന്വേഷിക്കാൻ പോണത്, അവിടെയും ഒരു വിരോധം തോന്നാം. പക്ഷെ അത് മഹാവിഷ്ണുവിനെയാണ് വർണ്ണിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാരാരും ഇല്ലല്ലോ. അപ്പോൾ ശ്രീകൃഷ്ണനെയും മഹാവിഷ്ണുവിനെയും ഒരേ സമയം പര്യായ പദങ്ങളെ കൊണ്ട് വർണ്ണിക്കാറുണ്ട്. കമലാസഹായനായിട്ടുള്ള മഹാവിഷ്ണുവായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ തസ്യാം തരളേക്ഷണായാം കാത്യായനീ വന്ദന കൗതുകേന ഗതായാം, അത് സതിസപ്തമിയാണ്. ആ രുക്മിണി ദേവി കാത്യായനിയെ വന്ദിക്കാൻ പോയപ്പോൾ എന്നർത്ഥം. എന്താണ്? തസ്യാം, ആ രുക്മിണി ദേവി, തരളേക്ഷണായാം, തരളേക്ഷണ എന്നുള്ള വാക്കുകൊണ്ട് അതിസുന്ദരി എന്നർത്ഥം. കണ്ണുകളിങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുന്നവൾ, കണ്ണിൻ്റെ സൗന്ദര്യം വ്യക്തമായി കാണാൻ പറ്റുന്ന അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള രുക്മിണി. തരളേക്ഷണ എന്നൊക്കെ ഉള്ളത് കൊണ്ട് സുന്ദരി എന്നാണ് അർത്ഥം. സുന്ദരിയായിട്ടുള്ള രുക്മിണി ദേവി കാത്യായനിയെ വന്ദിക്കാൻ വേണ്ടിയിട്ട് കൗതുകത്തോടു കൂടി ആ അമ്പലത്തിനകത്തേക്ക് പോയപ്പോൾ, അങ്ങനെ പോയപ്പോൾ എന്താണ്ടായേ? ഗതായാം വിധിനോപനീതം കാലാതിപാതം കഥഞ്ചിത് സേഹേ. ഭഗവാന് ശരിക്കും ഇരിക്കപ്രതി ഇല്ലാതെയായി. വേഗം ഒന്ന് വിവാഹം കഴിച്ചാൽ മതി എന്നായി. വേഗം തന്നെ അപഹരിച്ചു കൊണ്ടുപോവാം എന്നുള്ള ചിന്തകളൊക്കെ ആയി. അതാണ് പറയണത്. വിധിന ഉപനീതം കാലാതിപാതം. കാലാതിപാതം വൈകല്, കാലം ആവണല്ലോ. എന്തിനും അതിൻ്റേതായ ഒരു കാലം വന്ന് ഭവിച്ചാലേ നടക്കുള്ളൂ. കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്തിനും ഒരു കാലമുണ്ട്. അപ്പോൾ രുക്മിണിയെ അങ്ങോട്ട് അപഹരിച്ചു കൊണ്ടുപോകണമെന്ന് ശ്രീകൃഷ്ണൻ വിചാരിച്ചുകൊണ്ട് ആയില്ലല്ലോ. അതിനുള്ള നേരവും വരണം. പക്ഷേ അതിനിപ്പോൾ കുറച്ച് താമസം വന്നത് എന്തുകൊണ്ടാണ്? ഭഗവതിയെ വന്ദിക്കാൻ വേണ്ടിയിട്ട് രുക്മിണി പോയേക്കുകയാണല്ലോ. അപ്പോൾ രുക്മിണി പോയിട്ട് തിരിച്ചു വരണ വരെ ഉള്ളതായ ഒരു കാലതാമസം, അത് സഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ, മാനസികാവസ്ഥയിലായി തീർന്നു ശ്രീകൃഷ്ണൻ. അതാണ് ഇവിടെ പറയണത്. വിധിന ഉപനീതം, വിധിയാൽ കൊണ്ടുവരപ്പെട്ടതായ, അത് തലയിലെഴുത്താണ്, അല്ലെങ്കിൽ അത് അങ്ങനെ അനുഭവിക്കണമെന്ന് നിയമമാണല്ലോ. വിചാരിക്കുമ്പോഴേക്കും കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അതാണ് വിധിന ഉപനീതം കാല അതിപാതം, താമസം കഥഞ്ചിത സേഹ, എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി. സമയമൊന്നും പോണില്ലല്ലോ. എന്താണ് രുക്മിണി ഭഗവതിയെ തൊഴുതിട്ട് വേഗം വരാത്തേ എന്നുള്ള ആകുലമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളോട് കൂടിയിട്ട് ശ്രീകൃഷ്ണൻ ആ കാത്യായനി ഭഗവതിയുടെ അമ്പലം അതുണ്ടല്ലോ, ആ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട്, എന്നാൽ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാത്ത വിധത്തിൽ, ഇങ്ങനെ ഒരാൾ അവിടെ വന്നിട്ടുണ്ടെന്നോ അപഹരിച്ചു കൊണ്ടുപോകും എന്നൊന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഒതുങ്ങിയിട്ട് ഒരു ദിക്കിൽ നിൽക്കുകയാണ്. പക്ഷേ സഹിച്ചല്ലേ പറ്റൂ, സമയം പോകണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിന്നു എന്നാണ് പറയണത്. കവി ഇങ്ങനെ താമസിപ്പിക്കുകയാണ്. അപഹരണം അടുത്ത ശ്ലോകത്തിലും ആയിട്ടില്ല. ഭഗവതിയെ തൊഴാൻ വേണ്ടിയിട്ട് രുക്മിണി പോണതാണ് വിഷയം. നമുക്ക് 104ാമത്തെ ശ്ലോകം കൂടി നോക്കാം. നിർനിജ്യപാദൗ ശുചിനോദകേന ഹിരണ്യഭൃംഗാരമുഖച്യുതേന ആചമ്യ ചാംബുപ്രയതാ സഖീഭിരഗാദകാരോദരം അംബികായ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. നിർനിജ്യ പാദൗ ശുചിന ഉദകേന ഹിരണ്യഭൃംഗാരമുഖച്യുതേന ആചമ്യ ച അംബു പ്രയതാ സഖീഭി അഗാരോദരം അംബികായാ. ഇതിങ്ങനെ അവസാനത്തെ വരിയിൽ ഒരേപോലത്തെ വാക്കുകൾ, അഗാരോദരം അംബികായ എന്ന് പറയുമ്പോൾ
അകാരോദരം എന്ന് പദച്ഛേദം ചെയ്യേണ്ടതാണ്. ഇവിടെ എന്താ പറയണത്? സഖീഭി പ്രയത, സഖിമാരാൽ ഒപ്പം പോകപ്പെട്ടവളായ, സഖിമാരിങ്ങനെ അകമ്പടി സേവിച്ചുകൊണ്ട് പോകുന്നവളായിട്ടുള്ള ആ രുക്മിണി ദേവി അവിടെ ചെന്നിട്ട് അമ്പലത്തിൻ്റെ മുമ്പിലെത്തി. അവിടെ ചെന്നിട്ട് എന്താണ് ഉണ്ടായത്? നേരെ അങ്ങോട്ട് കയറി പോകാനൊന്നും പറ്റില്ലല്ലോ. കുളിച്ച് വൃത്തിയായിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ഉടുത്തിട്ടാണ് പോണതെങ്കിലും അമ്പലത്തിൽ ചെല്ലുമ്പോൾ കയ്യും കാലും കഴുകുക, ശുദ്ധി വരുത്തുക, അതൊക്കെ ചെയ്യേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവിടെ ചെയ്തതെന്ന് പറയാണ്. ഹിരണ്യ ഭൃംഗാരമുഖച്യുതേന ശുചിന ഉദകേന പാദൗ നിർണിജ്യ അമ്പു ആചമ്യ ച. ഇതൊക്കെ അവിടെ ചെന്നിട്ട് ചെയ്യണ പ്രവൃത്തികളാണ്. നമുക്കെല്ലാവർക്കും അതൊക്കെ പഠിക്കേണ്ടതുമാണ്. എങ്ങനെയാണ് അമ്പലത്തിൽ പോയാൽ ഭഗവതിയെ അല്ലെങ്കിൽ ആരാണോ ആരാധ്യ ദേവത അവരെ വന്ദിക്കാൻ വേണ്ടിയിട്ട് പോവേണ്ടത് എന്ന് പറഞ്ഞു തരികയാണ് കവി. ഹിരണ്യഭൃംഗാരമുഖം. ഹിരണ്യഭൃംഗാരം എന്ന് പറഞ്ഞാൽ, ഭൃംഗാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള പാത്രമാണ്. അത് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ സ്വർണ്ണ നിറമുള്ളതാണ്. അങ്ങനെയുള്ളൊരു പാത്രം അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ നിറച്ച് വെള്ളമുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട്, മുകൾ ഭാഗത്തായിട്ട് ഒരു വെള്ളമൊഴുക്കാനുള്ളതായിട്ടുള്ള ഒരു വഴിയുണ്ട്. ഏതാണ്ട് ഒരു കിണ്ടി പോലെയൊക്കെ തന്നെ ആവണം. അല്ലെങ്കിൽ അതിങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കണതോ ചെരിച്ചാൽ വെള്ളം ഒഴുകി വരുന്നതൊക്കെ ആയ കിണ്ടിയുടെ മുരൽ പോലെ, അല്ലെങ്കിൽ ഒരു വക്കൊക്കെ ഉള്ളതായിട്ടുള്ളൊരു പാത്രം. വലിയ പാത്രമൊന്നും ആവില്ല. വലിയ പാത്രമാണെങ്കിൽ വെള്ളം ചെരിച്ച് കാലുമിൽക്കി ഒഴിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അവിടെ വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും. ഒരു കപ്പ് പോലെ അല്ലെങ്കിൽ ഈ ഒരു കിണ്ടി പോലെയുള്ളൊരു പാത്രം കൊണ്ട് വെള്ളമെടുത്തിട്ട് ഹിരണ്യഭൃംഗാര മുഖച്യുതേന, അതിൻ്റെ ആ വക്കത്തു കൂടെ ഒഴുകി വരുന്നതായ വെള്ളം ഉപയോഗിച്ചിട്ട്. എങ്ങനെയുള്ള വെള്ളം? ശുചിനാ ഉദകേന, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം അവിടെ എപ്പോഴും കരുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്തൊക്കെ അത് പൈപ്പും ടാപ്പൊക്കെ ആവുമല്ലോ. കയ്യും കാലും കഴുകുക. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കുളങ്ങളൊക്കെ പതിവുണ്ട്. കുളത്തിലിറങ്ങിയിട്ട് അല്ലെങ്കിൽ പുഴയിലെ ചെറിയ തോടുകളോ പുഴകളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ ഇറങ്ങി കയ്യും കാലും കഴുകിയിട്ടൊക്കെയാണ് അമ്പലത്തിലേക്ക് പോവാറുള്ളത്. ഇവിടെ കയ്യും കാലും കഴുകാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കാലും കയ്യും കഴുകാണ്. അതാണ് ശുചിന ഉദകേന, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കൊണ്ട് പാദവും നിർണിജ്യ, കാല് കഴുകണ കാര്യമാണ് ഇവിടെ പറയണത്. കാലും കയ്യും ഒക്കെ കഴുകിയിട്ടുണ്ടാവണമല്ലോ. പാദവും, കാലുകൾ രണ്ടും നിർണിജ്യ, കഴുകിയിട്ട്. അതുപോലെ തന്നെ അമ്പു ആചമ്യച്ച, ആചമനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കുലുക്കുഴിയാണ്. വായിലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയോ കുടിച്ചതിൻ്റെ ബാക്കിയോ ഒക്കെ ഇരിക്കുന്നുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കുലുക്കുഴിഞ്ഞ് കളയാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ലാതെ ശരീരം ശുദ്ധിയാണ്. പോരാത്തതിന് നടന്നു വന്നതുകൊണ്ട് കാലുകൾക്ക് ഒരു ശുദ്ധി കുറവുണ്ടാവാം. അതുകൊണ്ട് കാലുകൾ കഴുകി. അതുപോലെ നാവും വായുടെ ഉൾവശവും ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണ ശകലങ്ങളോ അങ്ങനെയുള്ളതൊക്കെ കുലുക്കുഴിഞ്ഞ് കളയാൻ വേണ്ടിയിട്ട് വെള്ളമെടുത്ത് തുപ്പിക്കളഞ്ഞു. അതാണ് കുലുക്കുഴിഞ്ഞ് കളയുകയും ചെയ്തു. നിർണിജ്യ അമ്പു ആചമ്യച്ച അംബികായാഹ അകാരോദരം അഗാത്. അംബികയുടെ, അംബിക ദേവിയാണ് ഭഗവതി കാത്യായനി ദേവി, ശ്രീപാർവതി ദേവിയുടെ അകാരോദരം. അകാരം എന്ന് പറഞ്ഞാൽ കെട്ടിടം അല്ലെങ്കിൽ കൊട്ടാരം, അതല്ലെങ്കിൽ വീട്, ആലയം എന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ കാരാകാരം എന്നൊക്കെ പറയാറുണ്ടല്ലോ, കാരാഗൃഹം. ഗൃഹം എന്നുള്ളതിൻ്റെ ഒരു പര്യായമാണ് ആകാരം. അംബികയുടെ അകാര ഉദരം. അകാര ഉദരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക്, എവിടെയാണോ ഭഗവതിയുടെ പ്രതിഷ്ഠയുള്ളത്, ശ്രീലകമുള്ളത്, അവിടേക്ക് അഗാത് പോയി, അങ്ങോട്ട് പ്രവേശിച്ചു എന്നർത്ഥം. അങ്ങനെ കയ്യും കാലും ഒക്കെ കഴുകി കുൽക്കുഴിഞ്ഞ് വളരെ ശുദ്ധിയോട് കൂടിയിട്ട് രുക്മിണി തൻ്റെ സഖിമാരോടൊക്കെ കൂടിയിട്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോയി എന്നാണ് കവി പറഞ്ഞു നിർത്തിയത്. ഇനി ബാക്കി വിഷയങ്ങളൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളും നമുക്ക് ഒന്നുകൂടി ചൊല്ലി നോക്കാം. തസ്യാം ഗതായാം തരളേക്ഷണായാം കാത്യായനീ വന്ദന കൗതുകേന സേഹേ കഥഞ്ജിദ്വിധിനോപനീതം കാലാതിപാതം കമലാസഹായ നിർണിജ്യപാദൗ ശുചിനോദകേന ഹിരണ്യഭൃംഗാരമുഖച്യുതേന ആചമ്യ ചാമ്പു പ്രയതാ സഖീഭി അഗാധകാരോദരമംബികായ. വളരെ ശുദ്ധിയോട് കൂടിയിട്ടാണ് അകത്തേക്ക് പ്രവേശിച്ചത്. അവിടെ ചെന്നിട്ട് കാത്യായനി ദേവിയോട് പ്രാർത്ഥിക്കണമല്ലോ. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം
ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം. അംബികെ, ഞാനിതാ പല തവണ അഭീക്ഷണം ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദേവിയോട്. എങ്ങനെയുള്ള ദേവിയാണ് ഇരിക്കണത് എന്നാണെങ്കിൽ, സ്വസന്താനയുതാം ശിവ, മക്കളോടും അതുപോലെ ഭർത്താവിനോടും ഒക്കെ കൂടിയിരിക്കുന്ന അങ്ങനെയുള്ള ദേവിയോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കൃഷ്ണൻ അല്ലാതെ ഒരാളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭർത്താവായിട്ട് വേണ്ട. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശരീരം തന്നെ നശിപ്പിച്ച് കളയുമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് ഞാനിതാ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ വന്ദിക്കുകയാണ് എന്ന് ദേവിയോട് പറയുകയാണ് രുക്മിണി ദേവി. ഇനി വരാൻ പോണ കഥകളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.